കെ പി ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പരിശോധിച്ചാൽ ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് കുവൈത്തിൽ കുടുങ്ങിപ്പോയ 1.5 ലക്ഷം ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചതാണ് കെ പി ഉണ്ണികൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുവർണ അധ്യായം. ബൊഫോഴ്സ് തോക്കിടപാട് കേസിലും രാസവള നിർമ്മാണ പ്ലാന്റ് കേസിലും സോണിയാഗാന്ധിയുടെ കുടുംബവുമായി അടുപ്പമുള്ള ഇറ്റലിക്കാരനായ ഒട്ടാവിയോ കൊത്രോക്കിക്ക് ബന്ധമുണ്ടെന്ന ഉണ്ണികൃഷ്ണന്റെ ആരോപണം രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മറ്റൊരു സുപ്രധാന ഏടാണ്. 1989 VP സിംഗ് മന്ത്രിസഭയിൽ വാർത്താവിനിമയം, ഷിപ്പിംഗ്, ഉപരിതല ഗതാഗതം തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നുവെങ്കിലും KP ഉണ്ണികൃഷ്ണന്റെ മന്ത്രി എന്ന നിലയിലുള്ള മികച്ച ഇടപെടൽ രാജ്യം കണ്ടത് ഇറാഖ് കുവൈത്ത് യുദ്ധകാലത്ത് കുവൈത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തപ്പോഴാണ്. അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന IK ഗുജ്റാൾ നടത്തിയ പരിശ്രമം ലക്ഷ്യം കാണാതെ വന്നതോടെ രക്ഷാദൗത്യത്തിനായി VP സിംഗ് KP ഉണ്ണികൃഷ്ണനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈനെ സാഹസികമായി ഒളിത്താവളത്തിൽ പോയി കണ്ടാണ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തിനായുള്ള ലക്ഷ്യം നിറവേറ്റിയത്. 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരെയാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. അന്ന് കുവൈത്തിൽ നിന്നും രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി നാട്ടിലെത്തിയ പ്രവാസികൾ ഇന്നും ഉണ്ണികൃഷ്ണനെ നന്ദിയോടെ സ്മരിക്കുന്നു. വിഷയങ്ങൾ അറിഞ്ഞും പഠിച്ചും പറയുന്ന ഉണ്ണികൃഷ്ണന്റെ 2 ഇടപെടലുകൾ ഇന്നും കോൺഗ്രസിന് ഉറക്കം കെടുത്തുന്നതാണ്. 1981 സ്നാം പ്രൊജക്റ്റ് എന്ന വിദേശ സ്ഥാപനത്തിന് രാസവള നിർമ്മാണ പ്ലാന്റിന് അനുമതി ലഭിച്ചത്. ഈ കരാർ ലഭിക്കാൻ ഇറ്റലിക്കാരനായ ഒട്ടോവിയോ ക്വാത്രോക്കി ഇടപെട്ടു എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ആരോപണം. സോണിയാഗാന്ധിയുടെ കുടുംബവുമായി ക്വാത്രോക്കിക്ക് ബന്ധമുണ്ടെന്ന വിവരം പുറത്തുവരുന്നത് ഈ ആരോപണത്തിലൂടെയാണ്. ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഇന്ദിരാഗാന്ധിയുമായുള്ള സൗഹൃദം ഒരു വിലങ്ങുതടിയായില്ല എന്നതൊരു വസ്തുതയാണ്. ആ എതിർപ്പിന് പക്ഷത്തേക്ക് നിൽക്കാതെ അവരോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീ പ്രണബ് മുഖർജിയെ പോലെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ള മറ്റ് പ്രഗത്ഭരായ ക്യാബിനറ്റ് റാങ്ക് മന്ത്രിമാരെ പോലെ പിന്നെ ഉള്ള പ്രമുഖരെ പോലെ അദ്ദേഹവും ആ നിലകളിലൊക്കെ കടന്നു വരേണ്ടതായിരുന്നു. മറ്റൊന്ന് ബോഫേഴ്സ് തോക്കിടപാട് കേസാണ്. 1987 രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ച ആരോപണം വരുന്നത്. 1437 കോടി രൂപ ചെലവിട്ട് ബോഫേഴ്സ് തോക്കുകൾ വാങ്ങിയതിൽ ചിലർ 64 കോടിയുടെ കമ്മീഷൻ വാങ്ങിയെന്നായിരുന്നു സ്വീഡിഷ് റേഡിയോ പുറത്തുവിട്ട വിവരം. ആരോപണം ലോക്സഭയിലെത്തി. ഇടപാടിന് പിന്നിലും ക്വാത്രോക്കിക്ക് ബന്ധമുണ്ടെന്ന ഉണ്ണികൃഷ്ണന്റെ ആരോപണം രാജീവ് ഗാന്ധിയെ പ്രതിരോധത്തിലാക്കി. ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിട്ടും ബോഫേഴ്സ് ഇടപാടിനെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന് ഇന്നും തലവേദനയാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.